കാര്യവട്ടം ക്യാമ്പസിനടുത്തുള്ള അദ്ദേഹത്തിന്റെ ലയം എന്ന വീട്ടിലേക്ക് പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ് സമകാലികം. ആത്മാവുകളെക്കുറിച്ചും പ്രേതലോകത്തെക്കുറിച്ചുമൊക്കെ പഠിക്കുന്നത് കൊണ്ടായിരിക്കണം ഒരു ഹോളിവുഡ് ഹൊറർ സിനിമയുടെ അന്തരീക്ഷം ഡോക്ടർ ജോർജ് മാത്യു ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. കാടുപിടിച്ച പറമ്പും അടുക്കും ചിട്ടയുമില്ലാത്ത മുഷിഞ്ഞ ചുമരുകളും ഗോവണികളുമുള്ള വീടും അദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയ ചിന്തകൾക്ക് ഊർജം പകരുന്നുണ്ടാകണം. വെളിച്ചം കുറഞ്ഞ മുറിയിലിരുന്ന് അദ്ദേഹം ഞങ്ങളോട് ആത്മാവുകളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി. ആത്മാവ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശാരീരികമായ പരിമിതിക്ക് അതീതമായി വർത്തിക്കുന്ന ഘടകത്തിനെയാണ് ആത്മാവെന്ന് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ആത്മാവെന്ന് പറയുന്നത് ഒരു വസ്തുവല്ല, ഒരു കളക്ഷൻ ഓഫ് വൈബ്രേഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വൈബ്രേഷൻസ് ഓരോരുത്തരിലും ഓരോ രീതിയിലായിരിക്കും. അതുകൊണ്ടാണ് ഓരോരുത്തരുടെ സ്വഭാവം പ്രത്യേകമായിട്ട് കാണപ്പെടുന്നത്. ഒരാളുടെ ശരീരം നശിച്ചാലും ഈ വൈബ്രേഷൻസ് തുടരുമെന്നാണ് സങ്കല്പം. ഇപ്പോൾ ഒരാൾ മരിച്ചാൽ അയാളുടെ കളക്ഷൻ ഓഫ് വൈബ്രേഷൻസ് വേറൊരാളിലൂടെയോ ഒന്നിലധികം ആളുകളിലൂടെയോ പ്രകടമായെന്ന് വരാം. ഇപ്പോൾ ടിബറ്റിലൊരു സങ്കല്പമുള്ളത്, ഒരു ലാമ മരിച്ചാൽ ആ ലാമയുടെ ആത്മാവ് ഒന്നിലധികം ആളുകളിലൂടെ പുനർജനിക്കുമെന്നാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ഒന്നിലധികം ആളുകളുടെ വൈബ്രേഷൻസ് ഒരാളിലൂടെ പ്രകടമായെന്നും വരാം. ഇപ്പോൾ ഒരു ചെടി നമ്മൾ പലതായിട്ട് മുറിച്ച് നട്ടാൽ ഓരോന്നും ഓരോ ചെടിയായിട്ട് വളരും. അതുപോലെ ആത്മാവെന്ന് പറയുന്നതും ഒരു വിഭിന്നമാക്കപ്പെടാൻ സാധിക്കാത്ത ഒരു വസ്തുവല്ല, നേരെ മറിച്ച് അതൊരു കളക്ഷൻ ഓഫ് വൈബ്രേഷൻസാണ് എന്നുള്ള ഒരു ചിന്തയ്ക്കാണ് ഇന്ന് പ്രചാരമുള്ളത്. പുനർജന്മത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളാണ് മനുഷ്യനെ കുഴയ്ക്കുന്ന മറ്റൊരു പ്രധാന ദാർശനിക സമസ്യ. ആത്മാവുകൾ പുനർജനിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഏറെ പേര്. പാരാസൈക്കോളജിയിൽ ഇതിനും ഉത്തരങ്ങളുണ്ട്. പുനർജന്മത്തിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള പഠനങ്ങളുണ്ട്. ആത്മാവിനെ സംബന്ധിച്ചുള്ള പലതരത്തിലുള്ള പഠനങ്ങളിൽ പ്രത്യേക ഒരു ഇനമാണ് ഈ പുനർജന്മം എന്ന് പറയുന്ന പഠനം. സാധാരണ ചെറിയ കുട്ടികൾക്ക്, ഒരു 3 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെ പ്രായത്തിനിടയ്ക്കുള്ള കുട്ടികൾക്ക് ഞാൻ ഇന്നാരായിരുന്നു എന്നൊരു വിചാരം ഉണ്ടാകാറുണ്ട്. അത് പുനർജന്മത്തിൻ്റെ ഓർമ്മകളെന്ന് പറയാം. അപ്പോൾ പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ഓർമ്മ ഉണ്ടാകുന്നതെങ്കിൽ കുട്ടി വിചാരിക്കും ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഇന്ന ആളായിരുന്നു എന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെ ആകണമെന്നില്ല. കുട്ടിക്ക് അയാളുടെ മനസ്സുമായിട്ട് സാമ്യമുള്ള വേറൊരാളുടെ ഓർമ്മകൾ കിട്ടുന്നുവെന്നേ ഉള്ളൂ. ചിലപ്പോൾ രണ്ട് ആളുകളുടെ ഓർമ്മകൾ കിട്ടിയെന്ന് വരാം, ചിലപ്പോൾ ജീവിച്ചിരിക്കുന്ന വേറൊരാളുടെ ഓർമ്മകൾ കിട്ടിയെന്ന് വരാം. അപ്പോൾ പുനർജന്മം എന്നുള്ളത് സാധാരണ ആളുകൾ നൽകുന്ന ഒരു വ്യാഖ്യാനമാണ്. ഇപ്പോൾ പാരാസൈക്കോളജിസ്റ്റ് അങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്ക് എടുത്ത് ചാടാറില്ല.
ഒരു കുട്ടിക്ക് വേറൊരാളുടെ മനസ്സ് ആക്സസ് ചെയ്യാൻ കഴിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ മുമ്പ് ജീവിച്ചിരുന്ന ഒരാളുടെ മനസ്സായിരിക്കാം. ചിലപ്പോൾ ഐഡൻറ്റിക്കൽ ട്വിൻസ് തമ്മിൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അനുഭവങ്ങൾ പങ്കുവെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ മൊത്തത്തിലുള്ള വ്യക്തിത്വത്തിലുള്ള സാദൃശ്യമാണ് ഇത്തരത്തിലുള്ള അനുഭവം അല്ലെങ്കിൽ ഓർമ്മകൾ പങ്കുവെക്കാനായിട്ട് ആധാരമാകുന്നത്. പ്രേതങ്ങളെക്കുറിച്ചുള്ള കഥകളും അനുഭവങ്ങളും പങ്കുവയ്ക്കാൻ പലരും ഈ വീട്ടിൽ വരാറുണ്ട്. പക്ഷേ പറഞ്ഞുകേട്ട കഥകളിലൊന്നും പ്രേത സാന്നിധ്യം ഇല്ലെന്നാണ് ജോർജ് മാത്യു പറയുന്നത്. പലതരം അനുഭവങ്ങളുടെ ആകത്തുകയാണ് പ്രേതം എന്ന സങ്കല്പം. ഹിസ്റ്റീരിയ പോലുള്ള മാനസികാവസ്ഥകളിൽ ചില വ്യക്തികളുടെ ഭാവങ്ങളിലും നമുക്ക് പ്രേതാത്മാക്കളെ ദർശിക്കാം. ഇതുകൂടാതെ വളരെ നല്ല രീതിയിൽ സ്വന്തം മനസ്സിനെ ട്യൂൺ ചെയ്യാൻ കഴിവുള്ള സെൻസിറ്റീവ്സ് മരിച്ച ഒരാളുടെ വൈബ്രേഷൻസിലേക്ക് സ്വന്തം മനസ്സിനെ ട്യൂൺ ചെയ്യുകയും ആ മരിച്ചുപോയ ആളുടെ ഓർമ്മകൾ ആക്സസ് ചെയ്യുകയും ചെയ്യും. ഇത് ബോധപൂർവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇത് യഥാർത്ഥ മീഡിയംഷിപ്പ് എന്ന് പറയും. ഇതിനും പ്രേതബാധ എന്നാണ് പറയുന്നത്. പിന്നെ ഇതുകൂടാതെ ഈ വളരെ സെൻസിറ്റീവായിട്ടുള്ള ആളുകൾ, അതായത് സൈക്കിക്കലി സെൻസിറ്റീവായിട്ടുള്ള ആളുകൾ ഈ വളരെ പഴയ വീടുകളിലോ ഒക്കെ പോകുമ്പോൾ പണ്ട് അവിടെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഈവൻറ്റ്സ്, സംഭവങ്ങൾ കാണാറുണ്ട്. ഇത് ചിലപ്പോൾ അയാൾക്ക് തന്നെ ഇതൊരു പ്രേതമായിട്ട് തോന്നിയെന്ന് വരാം. ഇപ്പോൾ ഒരു കൊലപാതകം നടന്ന സ്ഥലത്ത് ഒരു സെൻസിറ്റീവ് പോവുകയാണെങ്കിൽ അയാൾ ആ കൊലപാതകത്തിൻ്റെ സീനായിരിക്കും കാണുന്നത്. അപ്പോൾ ഒരേ സംഭവം വീണ്ടും വീണ്ടും ആവർത്തിക്കുക. ഉദാഹരണമായിട്ട് ഒരാൾ ഇന്ന് രാത്രി നടക്കുക, ഉലാത്തുക. ആ സ്ഥലത്ത് ഒരു സെൻസിറ്റീവായിട്ടുള്ള ഒരാൾ പോവുകയാണെങ്കിൽ പതിവായി നടന്നിരുന്ന ആ സംഭവം, അതായത് ഒരാൾ നടക്കുന്നത് കണ്ടെന്ന് വരാം. അപ്പോൾ ഇയാൾ ഒരു പ്രേതത്തെ കാണുന്നതായിട്ട് വേണമെങ്കിൽ വിചാരിച്ചെന്ന് വരാം. അപ്പോൾ ഇങ്ങനെ പ്രേതബാധ എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. ചില നിമിഷത്തിൽ ഏകാഗിയാം പ്രാണൻ അലയുമാർത്തനായി ഭൂതായനങ്ങളിൽ എന്ന കവിവാക്യമില്ലേ? ചിലപ്പോൾ നമ്മുടെ ചിന്തകൾ ഭൂതകാലത്തിൻ്റെ, ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടു പോലുമില്ലാത്ത ഒരു കാലത്തിൻ്റെ തീരങ്ങളിൽ അലഞ്ഞേക്കാം. ഈ കുട്ടിയുടെ കഥ കേൾക്കും. എൻ്റെ വേറൊരു സുഹൃത്ത് തീരെ കുട്ടിയായിരുന്നപ്പോൾ അവരൊരു പുതിയ വീട്ടിലേക്ക് താമസം മാറി. ഒരു വാടക വീടായിരുന്നു. അപ്പോൾ ഈ കുട്ടി എപ്പോഴും വയസ്സായി പൊക്കം കുറഞ്ഞ ഒരാൾ വീടിൻ്റെ ഒരു മൂലയിലിരുന്ന് ഫ്ലൂട്ട് വായിക്കുന്നത് കാണും. അപ്പോൾ കുട്ടി വിചാരിക്കുന്നത് എല്ലാവരും കാണുന്നുണ്ടെന്നാണ്. പിന്നെയാണ് മനസ്സിലായത് വേറെ ആരും കാണുന്നില്ല. അപ്പോൾ കുട്ടി എപ്പോഴും പറയും ഒരാൾ ഇരുന്ന് ഓടക്കുഴൽ വായിക്കുന്നത്. അപ്പോൾ വീട്ടുകാർ പറയും അവിടെ അങ്ങനെയൊന്നും ആരുമില്ലാന്ന്. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ നിരന്തരം ഇത് പറയാൻ തുടങ്ങി. ഈ പഠിക്കാതെ ഇയാൾ ഫ്ലൂട്ട് വായിക്കുന്നത് നോക്കിയിരിക്കും. അവസാനം കുട്ടിയുടെ അച്ഛൻ അന്വേഷിച്ചപ്പോൾ പണ്ട് അവിടെ ഫ്ലൂട്ട് വായിക്കുന്ന വയസ്സായ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് മനസ്സിലായി. ഉടനെ അവർ വീട് മാറിപ്പോവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ വീട് മാറേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. എന്നാലും കുട്ടി വെറുതെ പറയുന്നതല്ല, പണ്ട് അവിടെ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് അവർക്ക് അന്വേഷണത്തിൽ മനസ്സിലായി. അപ്പോൾ ഈ കുട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ മുമ്പ് അവിടെ ജീവിച്ചിരുന്ന ഒരാളിനെ കണ്ടതെന്ന് ചോദിച്ചാൽ ആ കുട്ടിയുടെ മനസ്സ് വേറൊന്നിലും ശ്രദ്ധ ചെലുത്തുന്നില്ല. നേരെ മറിച്ച് പണ്ട് അവിടെ എന്തൊക്കെയായിരുന്നു എന്നതിലേക്ക് കുട്ടിയുടെ മനസ്സ് പോയി എന്ന് പറയുന്നതാണ് ശരി. അങ്ങനെ പോകുമ്പോൾ ഈ ഒരു പ്രത്യേക വ്യക്തിയെ തന്നെ എങ്ങനെയാണ് കാണാൻ കഴിയുന്നത്? അത് പല കാരണമുണ്ട്. ഈ കുട്ടിയുടെ മനസ്സും ആ മരിച്ചുപോയ ആളുടെ മനസ്സും തമ്മിലുള്ള ഒരു സിമിലാരിറ്റി ആകാം. അല്ലെങ്കിൽ ഈ ഒരേ ആക്ടിവിറ്റി, അതായത് ഈ ഫ്ലൂട്ട് വായിക്കുക ഒരു കോണിലിരുന്ന്, അത് അയാൾ വളരെ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് വേറൊരു കാരണമായിരിക്കാം. പിന്നെ ഇയാൾ ജീവിച്ചിരുന്ന ആ കാലാവസ്ഥയും ചുറ്റുപാടുകളും ഒക്കെ ആയിരിക്കും ഇപ്പോഴത്തെ ചുറ്റുപാടുകളുമായിട്ട് ഏറ്റവും സാദൃശ്യമുണ്ട്. പ്രേത സാന്നിധ്യത്തിന് അന്തരീക്ഷം ഒരു സുപ്രധാന ഘടകമാണ്. സാഹചര്യങ്ങൾ മാറിയാൽ ഇത്തരം വിചിത്ര ഭാവനകൾക്കും അനുഭവങ്ങൾക്കും ഒരു പരിധിവരെ നിലനിൽപ്പില്ലാതാകും. ഞാൻ തന്നെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് ധാരാളം പേർക്ക് അനുഭവമുള്ള ഒരു വളരെ പഴയ വീടാണ്. ഞാനത് പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പേ അതൊരു ആശുപത്രിയാക്കി മാറ്റി. അത് ആശുപത്രി ആയിക്കഴിഞ്ഞപ്പോൾ അവിടെ ആർക്കും യാതൊരു ഇത്തരത്തിലുള്ള അനുഭവമില്ല. ഇത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആശുപത്രി വന്നപ്പോഴത്തേക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയർ മൊത്തത്തിൽ മാറി. അപ്പോൾ പഴയ അറ്റ്മോസ്ഫിയർ ആ രീതിയിൽ തുടർന്നെങ്കിൽ മാത്രമേ ആ സ്ഥലത്തിൻ്റെ സൈക്കിക് എവോക്കേറ്ററി പവർ തുടരുള്ളൂ എന്നുള്ളതിനൊരു ഉദാഹരണമാണ്. 12-ാം വയസ്സിൽ യോഗ പഠിക്കുന്നതിനിടെയാണ് ജോർജ് മാത്യുവിന് പാരാസൈക്കോളജിയിൽ താല്പര്യം ജനിച്ചത്. കേരള സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും ഗവേഷണവും പൂർത്തിയാക്കി അവിടെ തന്നെ അധ്യാപകനായി. വിചിത്രമായ അന്തരീക്ഷമുള്ള ഈ വീട് അദ്ദേഹത്തിൻ്റെ പ്രകൃതി സ്നേഹത്തിനും
പ്രേതസ്നേഹത്തിനും ഉദാഹരണമാണ്. ഭൂതപ്രേത യക്ഷകിന്നരന്മാരോടുള്ള നിതാന്ത പ്രണയത്തിനിടയിൽ വിവാഹം കഴിക്കാനും അദ്ദേഹം മറന്നുപോയി. സാധാരണ മനുഷ്യർക്ക് താല്പര്യമുണ്ടാകാൻ ഒട്ടുമിടയില്ലാത്ത വിചിത്ര ലോകത്തിൽ വ്യാപരിക്കുന്നതുകൊണ്ട് ഈ മനഃശാസ്ത്രജ്ഞന്റെ ആവശ്യങ്ങളും പരിമിതമാണ്. പാരാസൈക്കോളജിയിൽ ആധികാരികമായൊരു ഗ്രന്ഥത്തിന്റെ പണിപ്പുരയിലാണ് അദ്ദേഹം. പ്രേതങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്രകൃതിയുടെ തീക്ഷ്ണമായ സാന്നിധ്യമുള്ള ഈ വീട്ടിലേക്ക് നിങ്ങൾക്ക് കടന്നു ചെല്ലാം. പ്രേതങ്ങളെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകും. പ്രേതങ്ങളെയും ആത്മാക്കളെയും